PV അൻവർ CPIM പാളയം വിട്ടതോടെ കേസുകളിലൂടെ കുരുക്കുമുറുക്കുകയാണ് സർക്കാർ. ആലുവയിലെ 11 ഏക്കർ പാട്ടഭൂമി അനധികൃത പോക്കുവരവ് നടത്തി കൈവശപ്പെടുത്തിയെന്ന പരാതിയിലാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. ആലുവ പാട്ടഭൂമി കേസിൽ തന്റെ ഭാഗം പറയാൻ PV അൻവർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. PV അൻവറിന്റെ വാർത്താ സമ്മേളനങ്ങൾക്ക് പണ്ടത്തെ പോലെ ആൾക്കാരുണ്ടോ, കാഴ്ചക്കാരുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം മറ്റൊന്നാണ്. ഇപ്പോൾ എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് അൻവർ പറയുന്നത് എന്ന് നമുക്ക് ഇന്ന് കാണാം. 2024 ഓഗസ്റ്റ് വരെ CPIMന്റെ പ്രധാന പോരാളി, സൈബർ സഖാക്കളുടെ കടന്നൽ രാജാവ് PV അൻവർ പാർട്ടിയുടെ കണ്ണിലെ കരടായി മാറിയത് പടിപടിയായി. ആദ്യം മലപ്പുറം SP സുജിത് ദാസ്, ADGP MR അജിത് കുമാർ, പിന്നീട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, ഒടുവിൽ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ കടുത്ത ഭാഷയിലുള്ള ആരോപണങ്ങൾ. പാർട്ടിയുമായി 2012 മുതലുള്ള നീക്കുപോക്കും 2016 മുതലുള്ള തെളിഞ്ഞ ബന്ധവും പൊട്ടി. അൻവറിനുമേൽ പഴയതും പുതിയതുമായ കേസുകളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് അടിവരയിടുകയാണ് സർക്കാർ. ഒടുവിലിതാ വിജിലൻസ് അന്വേഷണം. ആലുവ ഇടത്തയിലുള്ള 11 ഏക്കർ പാട്ടഭൂമി പോക്കുവരവ് നടത്തി നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തി എന്നതാണ് കേസ്. ഇതിൽ പ്രാഥമിക അന്വേഷണം വിജിലൻസ് നടത്തിയപ്പോൾ അൻവർ MLA ആയിരുന്നു. പിന്നീട് ഇപ്പോഴാണ് വിശദമായ അന്വേഷണത്തിന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിടുന്നത്. അനധികൃതമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുടെ പകപോക്കലെന്നും അൻവർ. തീർത്തും അടിസ്ഥാനരഹിതമാണ്. ആര് വിചാരിച്ചാലും അത് പൊളിച്ചു നീക്കില്ല. ഈ രാജ്യത്തൊരു നിയമം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അല്ല, അത് എന്ത് പോക്കിയാലും കുഴപ്പമില്ല. പക ഏറ്റെടുക്കാൻ തയ്യാറായിട്ടാണല്ലോ ഞാൻ പോകുന്നത്. അപ്പോൾ പക പോക്കിക്കോട്ടെ, അതുകൊണ്ടെന്താ കുഴപ്പം? നിലമ്പൂർ DFO ഓഫീസ് ആക്രമിച്ചതിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം രാത്രി തന്നെ അറസ്റ്റ് ചെയ്തതുൾപ്പെടെ അൻവറിനോട് ഇനി മയമുണ്ടാകില്ല എന്നതിന്റെ സാക്ഷ്യമാണ്. നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററാണ് PV അൻവർ. UDF പ്രവേശനത്തിന് എല്ലാ വഴിയും നോക്കുന്നുണ്ട്. പക്ഷേ UDFൽ ഏകസ്വരം കൈവരുന്നതേയില്ല. ഇതിനിടെ പഴയ തൃണമൂൽ കോൺഗ്രസുകാർ അൻവറിനെതിരെ രംഗത്തു വന്നതും നിലമ്പൂരിന്റെ സുൽത്താൻ എന്ന് ഒരു കാലത്ത് വാഴ്ത്തപ്പെട്ട അൻവറിന് രാഷ്ട്രീയ തലവേദന തന്നെയാണ്. 24 മലപ്പുറം.